നമ്മുടെ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയമുക്തമായത് എന്തുകൊണ്ടാണ്? മന്ത്രയെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നല്ലാതെ മന്ത്രയുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മന്ത്ര ഇതേവരെ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ വീഡിയോ ഓരോരുത്തരും കഴിയും വിധം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നൊരു അപേക്ഷയുണ്ട്. കേരളത്തിലെ മാറിവരുന്ന സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടുകൾ ഹൈന്ദവർക്കും നമ്മുടെ ആരാധനാലയങ്ങൾക്കും എത്രമാത്രം പ്രാധാന്യമേറിയതാണ് എന്ന തിരിച്ചറിവിലേക്കുള്ള യാത്രയാണിത്. മന്ത്രയുടെ ചോദ്യം പ്രസക്തമാണ്. ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയമുണ്ടോ? ഇല്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. ക്ഷേത്രങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളൊരിടമാണ്. നമ്മൾ ഓരോരുത്തരും അവിടെ പോയി പൂജാദ്രവ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അർച്ചനയുണ്ടെങ്കിൽ അതും നടത്തി ചന്ദനക്കുറിയും തൊട്ട് തിരികെ മടങ്ങാറാണ് പതിവ്. അവിടെ എന്ത് പ്രാർത്ഥിക്കണമെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ ആരും നമ്മോട് ആവശ്യപ്പെടാറില്ല. പ്രാർത്ഥിക്കാൻ വരണമെന്നോ വരേണ്ടെന്നോ ആരും പറയാറില്ല. വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നാരും തിരക്കാറില്ല. ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ ശൂദ്രനാണോ ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ എന്നാരും ചോദിക്കാറില്ല. കമ്മ്യൂണിസ്റ്റാണോ കോൺഗ്രസ് ആണോ BJP ആണോ എന്ന് അന്വേഷിക്കാറില്ല. സുന്ദരം സനാതനം. എന്നാൽ മറ്റു മതസ്ഥരുടെ, അതിപ്പോൾ ക്രിസ്ത്യൻ പള്ളിയായാലും മുസ്ലിം പള്ളിയായാലും, അവർക്കതൊരു പ്രാർത്ഥനാലയം മാത്രമല്ല. അവിടെ പഠനമുണ്ട്. എന്ത് ചെയ്യണം ചെയ്യരുത് എന്ന് വിലക്കുകളുണ്ട്. ആരെ വാഴ്ത്തണം ആരെ ഇകഴ്ത്തണം എന്ന ഉപദേശങ്ങളുണ്ട്. ആരെ കൂടെ നിർത്തണം, ആർക്ക് വോട്ട് ചെയ്യണം, ആരെ വിജയിപ്പിക്കണം, ആരെ തോൽപ്പിക്കണം എന്ന ശാസനകളുണ്ട്. എവിടെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥന മതത്തിൻ്റെ പ്രചാരണത്തിന് എങ്ങനെ ഉപയോഗിക്കണം എന്ന ദീർഘദൂര ഫലപ്രാപ്തിയിലേക്കുള്ള തന്ത്രങ്ങളുടെ നിർമ്മാണമുണ്ട്. ആരെ വെറുക്കണം ആരെ തുണയ്ക്കണം, അങ്ങനെ ഹൈന്ദവ ദേവാലയങ്ങളിൽ കാണാത്ത പലതും അവിടെയുണ്ട്. ബഹുദൈവ ആരാധകരെയും വിഗ്രഹ ആരാധകരെയും തകർത്തെറിയുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്നവരാണ് അതിൽ അപകടകാരികൾ. കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചുറ്റുപാടുകളും നിലപാടുകളും നാം കാണുന്നതാണ്. മാറി മാറി കേരളം ഭരിച്ച ഇടത് വലത് സർക്കാരുകൾ അവരുടെ നിലനിൽപ്പിനായി ഇക്കൂട്ടരെ കൂട്ടുപിടിക്കുവാനുള്ള കാരണം ഹിന്ദുക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? നിലനിൽപ്പ്, അതിന് ബലിയായി ഹിന്ദുക്കളും. 1970കളിൽ ഭൂരിപക്ഷ ഹിന്ദുവിൻ്റെ നാശത്തിനായി ദീർഘദൂര ഫലപ്രാപ്തി ലക്ഷ്യം വെച്ച് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരാശയമായിരുന്നു നാം രണ്ട് നമുക്ക് രണ്ട്. അവർക്കറിയാമായിരുന്നു ദേശസ്നേഹികളായ ഹിന്ദുക്കൾ അത് ഏറ്റെടുക്കുമെന്ന്. അങ്ങനെ 2 കുട്ടികൾ മാത്രമെന്ന ആശയം ഹൈന്ദവർ ഏറ്റെടുത്തപ്പോൾ മറുവശത്ത് ന്യൂനപക്ഷമായ സമാധാന മതസ്ഥർ പെറ്റുപെരുകുകയായിരുന്നു. ആ അജണ്ടയിൽ അവരെ പിന്തുണച്ച കോൺഗ്രസും വിജയിച്ചു. വന്ധീകരണത്തിന് വിധേയരായ ഹിന്ദുക്കൾ പ്രതിഫലമായി കിട്ടിയ 300 രൂപയും ഒരു പ്ലാസ്റ്റിക് ബക്കറ്റും വാങ്ങി നെഞ്ചുവിരിച്ചു എന്ന് പറഞ്ഞു, ഞങ്ങൾ ഹിന്ദുക്കൾ ദേശസ്നേഹികൾ, മതേതരർ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ അശാന്തിയുടെ മതവെറിയുടെ ഹരിതവർണ്ണം നൽകാൻ അന്നും ഇന്നും കോൺഗ്രസ് ഉപയോഗിക്കുന്നതും ബലി കൊടുക്കുന്നതും ഇതേ ഹിന്ദുക്കളെ തന്നെയാണ്. മതേതരത്വത്തിൻ്റെ ശവമഞ്ചവും തോളിലേറ്റി സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുന്നതറിയാതെ അതേ കോൺഗ്രസിൻ്റെ സഹയാത്രികരായി നടക്കുന്ന അനേകം ഹിന്ദുക്കൾ മന്ത്രയുടെ ഫോളോ ലിസ്റ്റിലുമുണ്ടാവും. ഒരുപക്ഷെ മന്ത്രയെ ഇപ്പോൾ കേൾക്കുമ്പോൾ അൺഫോളോ ചെയ്ത് നിങ്ങൾ പോകുമായിരിക്കും. എങ്കിലും പറയുവാനുള്ളത് മന്ത്ര പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചിന്തിക്കണം, അറിയണം. ദൈവത്തിൻ്റെ സ്വന്തം നാട് അശാന്തിയിലേക്ക് നയിക്കുന്നത് നിങ്ങളും കൂടിയാണ്. ചവിട്ടി നിൽക്കുന്ന മണ്ണ് പാദങ്ങൾക്കിടയിലൂടെ ചുഴ്ന്നു പോകുന്നത് നിങ്ങൾ മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിച്ചാൽ നാളെ ആ മണ്ണും നഷ്ടപ്പെട്ട് വാവൊളിച്ചു നിൽക്കുമ്പോൾ ആരും ഉണ്ടാവില്ല സഹായത്തിന്. മുസ്ലിം വോട്ടുകൾ ഒരു കാരണവശാലും ഭിന്നിച്ചു പോകരുത്. അത് BJPയെ തോൽപ്പിക്കാൻ എതിർ പാർട്ടിക്ക് നൽകണം. മുസ്ലിം സ്ഥാനാർത്ഥികൾ ഇല്ലെങ്കിൽ അത് കോൺഗ്രസിനോ, അവർക്ക് ജയസാധ്യതയില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനോ നൽകണം എന്നൊക്കെ പരസ്യമായി ആഹ്വാനം ചെയ്യുമ്പോൾ അതിനെ വിശാല മതേതരത്വമെന്നും ന്യൂനപക്ഷത്തിൻ്റെ അതിജീവനമെന്നും വാഴ്ത്തിപ്പാടാൻ ഇവിടെ ഒരു പ്രത്യേകതരം ബുദ്ധിജീവി വർഗമുണ്ട്. എന്നാൽ ഇതേ നാവുകൾ കൊണ്ട് ഹിന്ദുക്കളൊന്ന് സംഘടിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് വർഗീയവും ഫാസിസവുമായി മുദ്രകുത്തപ്പെടും. ഈ ഇരട്ടത്താപ്പിനെ തിരിച്ചറിയാത്തവർ ഇനിയും ഇവിടെയുണ്ടെങ്കിൽ അവർ ജീവിക്കുന്നത് വെറും വെട്ടിസ്വർഗത്തിലാണ്. മതത്തിൻ്റെ പേരിൽ വോട്ടുകൾ ഏകീകരിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ജനാധിപത്യം. എന്നാൽ സ്വന്തം അസ്തിത്വത്തിനായി ഹിന്ദുക്കൾ ഒന്നിക്കണമെന്ന് പറയുന്നത് ഭീകരത. ഈ വിചിത്ര ന്യായീകരണത്തിന് കുടപിടിച്ചു കൊടുക്കുന്നവരിൽ ഹിന്ദുക്കളുമുണ്ട് എന്നതാണ് ദുഃഖസത്യം. RSS എന്നാൽ ഹിന്ദുക്കൾ എന്നർത്ഥമില്ല. BJP എന്നാലും അങ്ങനെ തന്നെ. വികസനം എന്നതിന് ഒരേ ഒരു മുഖമേ ഉള്ളൂ. സമാധാനത്തിന് ഒരേ ഒരു മുഖമേ ഉള്ളൂ. നമ്മുടെ അയൽ രാജ്യങ്ങളിലെ അശാന്തിക്ക് കാരണം അവിടെ ജനത്തെ ഇമവെട്ടാതെ കാക്കാൻ RSS എന്നൊരു സംഘടനയോ മുന്നിൽ നിന്ന് നയിക്കാൻ മോദിജി എന്നൊരു നേതാവോ ഇല്ല എന്നതാണ്. അശാന്തിയുടെ മതവെറിയുടെ ബലിയാടുകൾ മാത്രമേയുള്ളൂ. മതേതരത്വത്തിൻ്റെ പുഴുവരിച്ച തലച്ചോറുമായി ഇനിയും ഉറക്കം നടിക്കുന്ന ഹിന്ദുവിന് ബോധം വരുന്നതുവരെ ഈ നാടകം തുടരുക തന്നെ ചെയ്യും. സഹിഷ്ണുത എന്നത് സ്വന്തം അഭിമാനം അടിയറവ് വയ്ക്കലല്ല. ഒരു വിഭാഗം മാത്രം മതേതരത്വം തലയിൽ ചുമക്കുകയും മറുവിഭാഗം കൃത്യമായ വർഗീയ അജണ്ടകളുമായി മുന്നോട്ടു പോവുകയും ചെയ്യുന്ന ഈ അപകടകരമായ കളിയെ ഇനിയും ചോദ്യം ചെയ്തില്ലെങ്കിൽ വരും തലമുറ നമ്മോട് പൊറുക്കില്ല. കപട മതേതരത്വത്തിൻ്റെ മുഖംമൂടികൾ വലിച്ചു കീറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആത്മവഞ്ചന അവസാനിപ്പിക്കുക. സ്വന്തം നിലനിൽപ്പിനായി ഉണർന്നു ചിന്തിക്കുക.
9-ാം തീയതി കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ദിവസം മാത്രമല്ല, ഹിന്ദുവിൻ്റെ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ദിനം കൂടിയാണ്. മന്ത്രയുടെ ആശംസകൾ. ഏവർക്കും നന്മകളുണ്ടാവട്ടെ.